നമസ്കാരം. ദക്ഷിണേന്ത്യയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. കേരളം ഭരിക്കുന്ന CPM-നും തമിഴ്നാട്ടിൽ ഭരണം നഷ്ടപ്പെട്ട AIADMK-ക്കും ദേശീയ പാർട്ടി എന്ന പദവി സ്ഥിരമായി നിലനിർത്താൻ CPM-ന് കുറച്ചധികം വെള്ളം കുടിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള 3 മാനദണ്ഡങ്ങളിലൊന്നായ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമാണ് നിലവിൽ CPM-നെ ദേശീയ പാർട്ടി പദവി നൽകുന്നത്. കേരളം, ത്രിപുര, ബംഗാൾ, തമിഴ്നാട് എന്നിവയാണ് ഈ 4 സംസ്ഥാനങ്ങളെന്നും നമുക്കറിയാം. തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 2 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 2 സീറ്റ് വീതമെങ്കിലും നേടി ജയിക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിലും 2029 വരെ CPM-ന് ദേശീയ പാർട്ടിയായി തുടരാൻ സാധിക്കും. എന്നാൽ ബംഗാളിൽ ഇപ്പോൾ 2 സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്ന ഹെർക്കൂലിയൻ ടാസ്ക് ഈ CPM-ന് മുന്നിലുണ്ട്. അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി 2026 തന്നെ നഷ്ടമാവുകയും ചെയ്യും. ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പിറകിൽ പോയാൽ പോലും INDA എന്ന സഖ്യത്തിന്റെ ഭാഗമായി രാജസ്ഥാനിൽ മത്സരിക്കുന്ന CPM അവിടുത്തെ സിക്കർ സീറ്റ് പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ സംസ്ഥാന പാർട്ടിയായി ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാരെയെങ്കിലും ലോക്സഭയിലേക്ക് CPM അയക്കേണ്ടതുണ്ട്. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് കേരളത്തിലേത് ഉൾപ്പെടെയുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇതിനുള്ള സാധ്യതകൾ അതിവിദൂരത്ത് തന്നെയാണ്. എന്തായാലും AIADMK സംബന്ധിച്ചും അഗ്നിപരീക്ഷ തന്നെയാണ്. നമുക്കറിയാം, ജയലളിതയെ പോലെയുള്ള ഒരു നേതാവ്, ഒരു കപ്പിത്താൻ ആ പാർട്ടിക്കില്ലാത്തതിന്റെ എല്ലാ കുറവുകളും ജയലളിത മരിച്ചതിന് ശേഷമുള്ള AIADMK-യുടെ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു. എടപ്പാടി പളനിസ്വാമി എന്ന നേതാവിന് ഒറ്റയ്ക്ക് AIADMK പോലെ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും AIADMK-യുടെ കോട്ടകൾ തന്നെയാണ് നിലവിൽ BJP തമിഴകത്ത് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അവരുടെ ഉരുക്കുകോട്ടയായ കോയമ്പത്തൂരിൽ തമിഴ്നാടിന്റെ BJP സംസ്ഥാന അധ്യക്ഷനായ K. അണ്ണാമലൈ മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കോയമ്പത്തൂർ അടക്കമുള്ള അവരുടെ ഉരുക്കുകോട്ടകളിൽ അവർ പിന്നാക്കം പോവുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും BJP മാത്രമല്ല അവർക്ക് മുന്നിലുള്ള വലിയ ഒരു പ്രതിസന്ധി. നടൻ വിജയുടേതടക്കമുള്ള പാർട്ടികൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരിക്കും. ഇതൊക്കെ മറികടന്നൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് AIADMK സംബന്ധിച്ച് വളരെയധികം പരിശ്രമം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കോർപ്പറേറ്റ് ഫണ്ട് ഉൾപ്പെടെ നിലനിർത്തണമെങ്കിൽ ഏതൊരു പാർട്ടിയും ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം അതിനോടൊപ്പം തന്നെ AIADMK-യും ഒക്കെ നല്ലവണ്ണം വിയർപ്പൊഴുക്കി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 2 പാർട്ടികൾ ദക്ഷിണേന്ത്യയിൽ അവരുടെ ഒരു ഭാവി കൂടിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രചിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.